അപ്പോൾ വീണ്ടും മറ്റൊരു സ്കിറ്റിലേക്ക് പോവാം. ഒരു പാർട്ട്നേഴ്സാണ്, ലൈഫിലും പാർട്ട്നേഴ്സാണ്. സനീഷും സിന്ധുവും നിങ്ങളുടെ മുന്നിലേക്ക് മനോഹരമായ ചിരിപ്പിക്കുന്ന ഒരു സ്കിറ്റുമായിട്ട് എത്തുന്നു. ഇന്നും ഈ പത്രത്തിൽ മൊത്തവും വാർത്തയാണല്ലോ. എന്റെ ദൈവമേ, ഇത് മൊത്തവും ഞാൻ തന്നെ വായിച്ചു തീർക്കാൻ വേണമല്ലോ. കേരളത്തിൽ ചാരായം നിർത്തലാക്കി. എന്റെ ദൈവമേ, ഞാനിതങ്ങനെ സഹിക്കുവോ? അയ്യോ, ഞാനിതങ്ങനെ സഹിക്കുവോ? സർക്കാർ ചാരായം നിർത്തലാക്കി. എന്റെ പ്രസവം നിർത്തിയപ്പോ നിങ്ങൾക്ക് ഇത്രയും തണ്ണം ഇല്ലായിരുന്നല്ലോ. എടി, നിന്റെ പ്രസവം നടത്തിയപ്പോ ഒരു ബക്കറ്റും മക്കും കിട്ടിയായിരുന്നു. ചാരായം നിർത്തിയ ഒരു ബെഗ് പോലും കിട്ടത്തില്ല. ഇത് ഞാൻ എങ്ങനെ സഹിക്കുവേ? ഇത് ഞാൻ സഹിക്കത്തില്ല. സുധാകര, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പറമ്പിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കരുതെന്ന്. എടി, ആ സുധാകരന്റെ വീട്ടിലെ പട്ടി യൂറോപ്യൻ ക്ലോസറ്റ് പോകുന്നുണ്ട്. എന്നിട്ടും അവന് നമ്മുടെ പറമ്പിൽ വന്നിരുന്നാലേ സമാധാനം വരത്തുള്ളൂ. അയ്യോ, അതാ സുധാകരനൊന്നും അല്ല. അവൻ ഇപ്പൊ ആ തോട്ടുവരമ്പത്തല്ലയോ പോകുന്നത്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഇന്നലെ ആ തോട്ടുവരമ്പത്തോട് ഇങ്ങോട്ട് വരുമ്പോഴേ അവിടെ ഒരു പെരുമ്പാമ്പ് വാല് ചുരുട്ടി വട്ടയില കൊണ്ട് തുടച്ചിട്ട് പറയുക ആ സുധാകരൻ കാണിച്ച പണിയാന്ന്. നീ അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നീ ഒറ്റ കാരണം അവന്റെ പട്ടി എന്നെ കടിക്കാൻ വന്നത്. അയ്യോടാ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ കാണിച്ചത്? ഓടുന്ന പട്ടിയുടെ മുന്നിൽ ഉടുമുണ്ടെറിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ വേണ്ട, ആ പട്ടിയുടെ നോട്ടം കണ്ടറിയാം അത് ജീവിതത്തെ ഇറച്ചി കണ്ടിട്ടില്ലെന്ന്. പക്ഷെ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. കാര്യം എന്താ? പട്ടിക്ക് പോലും വേണ്ട. എടി, നീ പോയി നഷ്ടപരിഹാരം മേടിച്ചോണ്ട് വരുന്നുണ്ടോ? പിന്നെ തുണി ഉരിഞ്ഞ് കാണിച്ചാൽ നഷ്ടപരിഹാരം അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. എന്നാ നീ പട്ടിയെ പൂട്ടിയിടണെന്ന് പറ. എന്റെ അണ്ണാ, ഞാൻ അത് പറയാൻ അവരുടെ വീട്ടിൽ പോയി. അന്നേരം അവിടെ മക്കള് രണ്ടുകൂടെ ഭയങ്കര കുശുകുശു. അത് ചക്ക സീസൺ കഴിയുമ്പോ അങ്ങ് നിന്നോളൂ. സത്യമാണ് ഞാൻ പറഞ്ഞേ, എന്നെ വിശ്വസിക്ക്. അയ്യോ, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഫിഗർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞില്ലേ മനുഷ്യൻ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? ഞാൻ വിചാരിച്ചു വല്ല സിനിമാ നടൻ പറഞ്ഞ് ഫിഗർ ചെയ്യുമായിരിക്കുമെന്ന്. ഇവിടെ വന്നപ്പോഴല്ലയോ ഘോഷയാത്രയ്ക്ക് മാനിന്റെ മയിലിന്റെ ഫിഗർ തുള്ളുവാന്ന് കണ്ടോ? എന്താടി മയിൽ, എന്താടി ഫിഗർ അല്ലയോ? നിങ്ങളുടെ ഈ മയിൽ തുള്ളല് കാരണം നമ്മുടെ മോനെ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്നറിയാവോ? മയിലിന്റെ മോനെ. മാനാകും, മയിലാകും, പാമ്പാകും. എന്റെ പാമ്പിനെ കണ്ട് നീ മേടിച്ച് നിൽക്കുവാന്നോ? ഇനി അടുത്ത് വാ, അണ്ണൻ ചീറ്റത്തില്ല. അതെനിക്കറിയാൻ ചീറ്റത്തില്ല. ഞാൻ പിന്നെ ഇത്രയും കാണിച്ചിട്ട് നീ എന്തോ മാറി നിൽക്കുന്നത്? എന്തേലും സാധനം വെറുതെ കിടന്ന് ചെയ്യുന്ന കണ്ട ഞാൻ ആ വഴിക്ക് വരത്തില്ല. എടി, നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഇന്നെ സിനിമാടന്മാർ ഫിഗർ ചെയ്യാൻ പോവാ. ഇത് മീശ വരയ്ക്കാനുള്ള ഉമ്മുക്കിരി, ഇത് മമ്മൂട്ടി ചെയ്യുമ്പോ വെക്കുന്ന പഴം, ഇത് മോഹൻലാലിന് ചെയ്യുമ്പോ വായി വെക്കാനുള്ള ബന്ന്. എന്നാ പിന്നെ അണ്ണൻ കണ്ട് ഇതുകൂടെ കൈവച്ചോ. ഇതെന്തോ പരിപാടി കഴിയുമ്പോ മൂക്കി വെക്കാനുള്ള പഞ്ഞി. എന്റെ അണ്ണ, നിങ്ങൾ ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. 3 നേരത്തെ ആഹാരം ഈ മേശപ്പുറത്തിരിക്കുന്നു, എന്നിട്ടാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. അണ്ണാ, നിങ്ങൾ ആ ഉമക്കരി എടുത്ത് പല്ല് തെച്ചാ പഴവും പഞ്ഞും എടുത്ത് തിന്നാൻ നോക്ക്. വേണ്ട, ആ ബാങ്കുകാർ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിങ്ങൾ ഈ തുണി ഊരിക്കള. ലോണ് വേണ്ടായോ? അങ്ങനെ നഗ്നത കാണിച്ച് കിട്ടുന്ന ഒരു ലോണും എനിക്ക് വേണ്ട. ഇനി നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ജട്ടി ഇട്ടോണ്ട് നിൽക്കാം. എന്റെ അണ്ണ, ഈ മയിലിന്റെ ഡ്രസ് ഊരി കളയാനാ ഞാൻ പറഞ്ഞത്. എടി, നീ അല്ലേ പറഞ്ഞ ബാങ്ക് മാനേജർ വരുമ്പോ ഈ മയിൽ ആടി കാണിക്കണമെന്ന്? ഈ മയിൽ ആടി കാണിക്കണമെന്നല്ല പറഞ്ഞത്, ഈ മയിൽ ആടി കാണിക്കണമെന്നാ പറഞ്ഞത്. അല്ലടി വിമലെ, ഈ ബാങ്കുകാർ വരുമ്പോ നാട്ടുകാരോട് ചോദിക്കുമ്പോ ഞാൻ വെറും മയിലാന്ന് പറഞ്ഞാ നമുക്ക് ലോണ് കിട്ടുമോ? സ്വഭാവം ലോണുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ പ്രായോഗിക ബുദ്ധി കാണിച്ച് രക്ഷപ്പെടും. അതെന്തു അണ്ണാ? കഴിഞ്ഞ ആഴ്ച പരിപാടിക്ക് പോയപ്പോഴേ രാത്രി ഞാൻ ഈ മയിലിന്റെ ഡ്രസ്സും പീലിയും കെട്ടിവെച്ചോട്ട് പറന്നങ്ങ് ചെന്ന് എന്നിട്ട് വെട്ടത്തിയ നിന്ന് മനസ്സിലായത് കാക്കയുടെ ഡ്രസ്സും മയിലിന്റെ പീലിയും. എന്റെ ദൈവമേ, ആ കമ്മിറ്റിക്കാരായിരുന്നു നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെണ്ണ? കാക്കയും മയിലിനും ചേർന്ന് ഞാനൊരു അഭിഹിതം ഉണ്ടാക്കിയിട്ട് അന്നാരെ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന്. അതെന്തായാലും പിന്നെ എന്റെ അണ്ണ, ഈ ഉടുപ്പൊന്നും മാറ്റിയിട്ട് ആ കറുത്ത കോട്ടൊന്നും എടുത്തിടണ്ണ. എടി, ഓടി എവിടുന്ന്? വാഴത്തോട്ടത്തിൽ വവ്വാലിനെ ഓടിക്കാൻ വേണ്ടി ആ കറുത്ത കോട്ട് വിട്ട് വവ്വാലിന്റെ ഫീറും ചെന്ന് ഞാൻ വാഴത്തോട്ടത്തിൽ ഇങ്ങനെ കീഴ്ക്കാമ്പാട് കിടക്കുക. എന്നിട്ടെന്താ, 15 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അമ്മ വന്നെന്നും പറഞ്ഞ് 10-25 വവ്വാല് വന്നു ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്റെ ദൈവമേ, അതിനിടയ്ക്കൊരു വവ്വാല് പറയുവാ ഞാൻ അമ്മ വന്ന സന്തോഷം ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാമെന്ന്. ആ സെക്കൻഡ് ഞാൻ അവിടുന്ന് മുങ്ങി. അതെന്താ? മക്കള് സ്നേഹം കാണിച്ചപ്പോ ഇത്രയും. അപ്പൊ 15 കൊല്ലം മുമ്പ് ഭാര്യയെ കാണാത്ത ഭർത്താവ് വരുമ്പോ എന്റെ അവസ്ഥ എന്തോ ആയിരിക്കും? എന്റെ അണ്ണ, നിങ്ങൾ ആ ഗൾഫിലെ പരിപാടിക്ക് പോയായിരുന്നെങ്കിൽ ഈ വവ്വാലിനെ പേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ടേ, ഗൾഫിലെ പരിപാടിക്കാരും മിണ്ടിപ്പോയേക്കരുത്. എന്താ? എടി, അവന്മാര് പറയുവാ പരിപാടി കഴിയുമ്പോ നിനക്ക് ഗർഭം തരാമെന്ന്. ഗർഭമല്ല, ദീർഘം.
എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ പിഴച്ച മയിലെന്ന് വിളിക്കത്തില്ല. എങ്ങനെ വിളിക്കാതിരിക്കും നിങ്ങളെ? നിങ്ങളുടെ കൂടെ പഠിച്ചവരെല്ലാം വലിയ നിലയിലായി. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. താണ്ട് ആ എലീനയും ഡയാനയും ശ്രീവിദ്യയൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കൂടെ പഠിച്ചവരാ. അവരിപ്പോ സെറ്റുപല്ല് വെച്ച് ചിരിക്കുന്നു, ഞങ്ങളുടെ അപ്പൂപ്പൻ സെറ്റുപല്ലില്ലാതെ കരയുന്നു. വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനെ പറ്റി ഇങ്ങനൊക്കെ മോശം പറയാവോ അണ്ണാ? ജീവിച്ചിരുന്നപ്പോ ആരാന്നല്ലോ നിനക്കറിയാവോ? ഓസ്ട്രേലിയ കങ്കാരുവിന്റെ ഫിഗർ ചെയ്യാൻ പോയതാ. തിരിച്ചു വന്നപ്പോ കങ്കാരുന്റെ സഞ്ചിക്കാത്തൊരു മദാമ. ആ കങ്കാരുന്റെ സഞ്ചി തന്നെ പുറത്തിട്ടോണ്ട് ഇടുക്കി മലനിരകളിൽ തേയിലുന്നുള്ളുന്നു. ആ വക 2 മക്കളും ഉണ്ട്, ഒരു തേയിലക്കുളന്തും ഒരു മാലിക്കുളന്തും. അല്ലണ്ണ, നിങ്ങൾ ഈ പക്ഷിയുടെ ഫിഗറൊക്കെ ചെയ്തുള്ളൂ, വല്ല മൃഗത്തിന്റെ ഫിഗർ ചെയ്തുകൂടായോ? ഞാൻ ഇപ്പൊ ആടിന്റെയും പശുവിന്റെ ഒക്കെ ഫിഗർ ചെയ്യുമല്ലോ. എന്നാ പിന്നെ ഒരു പട്ടിയുടെയും കൂടെ ചെയ്യണ്ണ. ഒരു ബോഡി എവിടുന്ന് വരുന്നു പോകുന്ന കന്നിമാസം പട്ടിയുടെ സീസൺ വർക്ക് കിടക്കുന്ന സമയമാണ്. ഒരു കൊച്ചാ ഞാൻ പല പ്രശ്നത്തിൽ കിടക്കും, പിന്നെ അതിന്റെ കുരുക്കൂടെ എനിക്ക് തല വരാം. നീ പോ, വേറെ പണിയല്ലോ നോക്കൂ. ഫോൺ അടിക്കുന്നു, നിങ്ങളെ ഫോൺ നിർത്തി. ആ ഇവിടെ ഉണ്ടോ? ആ വീട്ടിലോട്ട് വരുവാന്നോ? അയ്യോ അണ്ണാ, വീട്ടിലോട്ട് വരുവാണെങ്കിൽ ആ ബാങ്ക് മാനേജർ ആയിരിക്കും. അണ്ണാ, ദാരിദ്ര്യം പറഞ്ഞാലേ ലോൺ കിട്ടത്തുള്ളൂ. ദാരിദ്ര്യം പറയണ. എനിക്ക് 2 മക്കളാന്നേ. 10 മക്കളുണ്ടെന്ന് പറ മനുഷ്യ. അതൊക്കെ ഒരു ദാരിദ്ര്യമാണോടി? നിങ്ങൾ ഇങ്ങോട്ട് മാറി, ഞാൻ അങ്ങോട്ട് പറയാം. അയ്യോ എന്റെ പൊന്നു സാറേ, എന്റെ അണ്ണനാണെങ്കിലേ പരിപാടി ഒന്നുമില്ല സാറേ. എങ്ങാനും ഒരു പരിപാടി കിട്ടിയ കള്ളും കുടിച്ചാ കമ്മിറ്റിക്കാരെ മൊത്തം ഇയാളെ ചീത്ത വിളിക്കും. പിന്നെ ആരെയും പരിപാടി കൊടുക്കുവോ സാറേ? എന്റെ സാറേ അത്രയ്ക്കും ദാരിദ്ര്യമോ സാറേ? സാറേ ഞാൻ അങ്ങനെ എല്ലാവരും ചീത്ത വിളിക്കും സാറേ. എന്നൊക്കെ കാശും തരാതെ ഫുഡും തരാത്ത കമ്മിറ്റിക്കാരെ ഞാൻ ചീത്ത വിളിക്കത്തുള്ളൂ സാറേ. പിന്നെ മാന്റെ ഡ്രസ് ഇല്ലാത്തപ്പോ ഞങ്ങളുടെ മാമിയുടെ നൈറ്റ് ഇട്ടോണ്ടാ സാറേ പോന്നെ. അതുകൊണ്ട് സാർ എനിക്ക് പെട്ടെന്ന് ലോൺ അനുവദിച്ച് തരണേ. ഓ ഓക്കെ. എങ്ങനെയുണ്ട്? ഞാൻ കയറ്റി വെച്ചില്ലയോ? അത് ഞാനിപ്പോ ഇറക്കി തരാമല്ലോ. എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലിയത്? ആ വിളിച്ചത് ബാങ്ക് മാനേജർ അല്ല, പിന്നെ എന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ച കമ്മിറ്റിക്കാരാ. ഇനി ഞാൻ പുതിയ ഐറ്റം എല്ലാം ചെയ്തെങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. എന്നാ എനിക്ക് കന്നിമാസം ഒന്നും നോക്കണ്ട, അണ്ണൻ ആ പട്ടിയുടെ ഫിഗർ അങ്ങ് ചെയ്യണ്ട. വിമലേ, MD എന്ത് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചത്? പരിപാടിക്ക് റേറ്റിംഗ് ഇല്ലെന്നോ പുതിയ പരിപാടി തുടങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞാണ് മീറ്റിംഗ് വിളിച്ചത്. അതെ, എനിക്ക് ഇവിടെ ജോലി കിട്ടി ഇപ്പൊ തുടങ്ങിയ ഒരു സംശയമാണ്. എന്താണ്? എന്തിനാ പഴം TV എന്ന് പേരിട്ടത്? എനക്കത് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. എടാ, ശരിക്കും ഇത് പവിഴൻ TV ആയിരുന്നു. പവിത്ര സാറും വിജയൻ സാറും കൂടെ അതല്ലേ ഇത് തുടങ്ങിയത്. തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് 2 പേരും കൂടെ അടി തുടങ്ങി. വിജയൻ സാറ് പിണങ്ങിപ്പോയപ്പം വിജയൻ സാറിന്റെ വീയും കൂടെ എടുത്തോണ്ടങ്ങ് പോയി. അങ്ങനെ ഇത് പഴം TV ആയി. നമ്മളായിട്ട് തിരുത്താന്നൊക്കെ ഉണ്ടായി. എന്റെ ആവശ്യമില്ല. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? എന്താ സാറേ? തിന്നുന്ന ചോറിനോട് അല്പം കൂറ് കാണിക്കണ്ടേ? എന്താ സാർ അങ്ങനെ പറഞ്ഞേ? ഈ ചാനലിന് ഒട്ടും റേറ്റിംഗ് ഇല്ല. ആൾക്കാരെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അല്ല സാറ്, ആൾക്കാർ വരുന്നുണ്ട്, സാറ് കാണുന്നില്ലേ? പക്ഷെ വരുമ്പം കയ്യിൽ കമ്പും വടിയും കല്ലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ട് ചില്ലില്ലേ, ഡിസൈൻ വരച്ച് വെച്ചേക്കുന്നല്ല, ആൾക്കാർ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാ. അതൊക്കെ എനിക്കറിയാവുള്ളൂ. ഇവിടെ നല്ല പ്രോഗ്രാം ചെയ്യണം. നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. സാറേ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറ. നമുക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങിയാലോ? നല്ല ഐഡിയ ആണ് സാർ. സാധാരണ നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ള ചാനലുകളെല്ലാം ന്യൂസ് ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ തന്നെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് തന്നെ അത് ന്യൂസ് ആയിട്ട് കാണിച്ച് നമുക്ക് വൈറലാവാല്ലോ. അതെ, അതൊന്നും ശരിയാകത്തില്ല. ന്യൂസ് അത് ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇപ്പൊ റിയാലിറ്റി ഷോ ഒരുപാട് വരുന്നുണ്ട്. പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും മിമിക്രി ആയിട്ടും ഫിഗർ ആയിട്ടും ഒത്തിരി ഉണ്ട്. അതൊക്കെ ഒരു വ്യത്യസ്തതയില്ല. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യും. എന്താ മറ്റേ പരിപാടിയില്ലേ? അതുപോലെ സാറേ, ഈ വ്യത്യസ്തമായിട്ടെന്ന് പറയുമ്പോ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട് സാറേ. ഈ കേരളത്തിൽ കൂടുതലും കുടിയന്മാരാണല്ലോ ഇപ്പൊ. അതുകൊണ്ട് കുടിയന്മാരെ വെച്ചിട്ടൊരു റിയാലിറ്റി ഷോ. മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ വീഡിയോ കാണിച്ചു വീഡിയോസ് ഉണ്ടോ അപ്ലൈ ചെയ്ത്? സാറേ, ഈ കുടിയന്മാരെ പാമ്പുകളാണെന്നാണല്ലോ വിളിക്കുന്നത്. അതെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. സാറേ കണ്ടേ? സാറേ, ഇതാണ് പൊളപൊളപ്പം പാമ്പ്. വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് പൊളഞ്ഞു വീണ് മുട്ടുകാലയിൽ എഴഞ്ഞ് വീട്ടിൽ പോകലാണ് പ്രധാന ഹോബി. പിന്നെ ആരെന്ത് ചെയ്താലും ഈ പാമ്പ് ആരെ ഉപദ്രവിക്കില്ല. അടുത്ത് നോക്കി, ഇതെങ്ങനെയുണ്ട്? ഇനിയുണ്ടല്ലേ? ഓ പിന്നെ സാറേ, ഇതാണ് അനാക്കൊണ്ട. പ്രധാനമായും കേരളത്തിലെ ഓടകളിലാണ് ഇതിനെ കണ്ടുവരുന്നത്. സ്വന്തമായി മാളമുണ്ടെങ്കിലും വല്ലവരുടെയും മാളത്തിൽ കയറി ചേക്കേറലാണ് പ്രധാന പരിപാടി. കണ്ണി കാണുന്ന സകല കൂറ സാധനവും മേടിച്ചടിക്കുന്ന ഈ പാമ്പ് ഉപദ്രവകാരിയാണ്. മൂന്നാമത്തെ ഇത് ഞെട്ടും സാറ്. സാറേ, ഇതാണ് ഇരുതലമൂലി. ഷെയറിട്ടടിക്കുന്ന സുഹൃത്തുക്കളാണ്. അടിച്ചു കഴിഞ്ഞാൽ ഇണപിരിയാത്ത കുരുവികളെ പോലെ പെനഞ്ഞെവിടെയെങ്കിലും കിടക്കലാണ് പ്രധാന പരിപാടി. അത് കൊള്ളാമല്ലോ. ഇത് നോക്കിയ സാറേ,
പിന്നെയുണ്ടോ? ഓ പിന്നെ ഇതാണ് രാജവൻ പാല. ആള് VIP ആണ്. അടിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ഡോർ തുറന്ന് താനെ റോഡിലേക്ക് വീഴുക, ATM-ന് മുകളിലൂടെ വാള് വയ്ക്കുക, ഇതൊക്കെയാണ് പ്രധാന ഹോബി. പിന്നൊരു കാര്യം, ഹൈവേയുടെ സൈഡിലാണ് ഈ പാമ്പുകളെ കണ്ടുവരുന്നത്. ഓ അത് ശരി, ഇത്രയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സാറേ? ഇത് കൊള്ളാം, ഇത് നല്ല റിയാലിറ്റി ഷോ ആയിരിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പറ്റും സാർ? നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് വശത്തെ അച്ചാർ കച്ചവടവും മുട്ട കച്ചവടവും ടച്ചിങ്സിന്റെ കച്ചവടവും കൊണ്ട് പെട്ടിക്കട നിറയും. നമുക്ക് ഇവിടെ ബാറല്ല ഉദ്ദേശിക്കുന്നത്, നല്ല റിയാലിറ്റി ഷോ ആണ്. ഇവിടെ വേറെ വല്ല ഐഡിയ ഉണ്ട്, പറയൂ. എന്താ പാടും സാറേ? ഉണ്ട് സാറേ, ഒരു വെറൈറ്റി ആയ ഒരു ഇതുണ്ട് സാറേ. അതാ മിമിക്രിക്കാരെ ഹിറ്റായ കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് ആമിൻ താത്ത, ബീരാനിക്ക, ജാലിയൻ കണാരൻ, പാഷാണൻ ഷാജി, അയ്യപ്പ ബൈജു, നാണിത്തല്ല, ഇവരെയൊക്കെ റൂമിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് ഇവരുടെ തോന്നിവാസങ്ങള് ഒരു 50 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് ഇട്ടല്ല നമുക്ക്. എടാ നീയൊക്കെ ലൈവ് ഇട്ടേ. ഈ ചാനൽ ഇപ്പൊ പഴം പോലെ ഇരിക്കുന്നത്. ലൈവ് അല്ല സാറേ, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതുവരെയുള്ള ചാനൽ ചരിത്രത്തിൽ ആരും ചെയ്യാത്തൊരു റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്താലോ? എന്താ അത്? പറയൂ, നിങ്ങൾ പറയൂ. സാധാരണ ഈ മനുഷ്യരെ വെച്ചിട്ടാണല്ലോ റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്യുന്നത്. അതെ, നമുക്ക് പ്രേതങ്ങളെ വെച്ചിട്ട് റിയാലിറ്റി ഷോ ചെയ്താലോ? സാറേ, അതാവുമ്പോ ഫ്ലാറ്റ് വേണ്ട, ഒരു പന കൊടുത്താൽ മതി, വേണമെങ്കിൽ ഒരു കുപ്പി ബ്ലഡ്. അല്ലാതെ എങ്ങനെ എനിക്ക് കിട്ടിയില്ലത്? അല്ല സംഭവം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാലേ, ഇത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിന്റെ കണ്ടക്ടർ വേണം, കണ്ടക്ട് ചെയ്യണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, മത്സരാർത്ഥിയെ കൊണ്ടുവരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എവിടെ നിന്ന് കൊണ്ടുവരും? കണ്ടസ്റ്റന്റ്, അത് ഞാൻ കൊണ്ടുവരും. എങ്ങനെ സാറേ? രണ്ടെണ്ണത്തിലല്ലേ ഞാൻ കൊണ്ടുവരും. എങ്ങനെ? മണ്ടന്മാരായ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തല്ലിക്കൊല്ലുന്നു, അങ്ങനെ നിങ്ങൾ പ്രേതമാകുന്നു. ആ പ്രേതത്തെ എന്റെ പരിപാടിയിൽ ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. എടാ ഒന്ന് പോയിടാവേ, പരിപാടി വേണ്ട. ഓരോരോ പരിപാടി കൊണ്ട് വരുന്നു. നിങ്ങളൊന്നും വേണ്ട, എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്തേട്ടെ സാറേ? കേട്ടോ വയ്ക്കൂ, നമുക്ക് ഗാനമേളയുടെ ഒരു റിയാലിറ്റി ഷോ വെച്ചാലോ? സാർ അത് ബഡ്ജറ്റ് ആവും, ഓർക്കസ്ട്ര പിന്നെ പാട്ടുകാരും വേണ്ട സാർ, അത് വിട്ടേക്കത്. എടോ അതൊന്നുമല്ല, ഓർക്കസ്ട്ര ഒന്നും വേണ്ടടോ. പിന്നെ എടോ സ്വന്തം കണ്ടനാളം കൊണ്ട് അവതരിപ്പിക്കുന്ന ഗാനമേള, മിമിക്സ് ഗാനമേള. അത് കലക്കും. ഓക്കെ, ഈ തലമുറയുടെ കൂടെ നിന്ന് വായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഗൾഫിൽ അബിഡ നേതൃത്വത്തിലുള്ള കൊച്ചിൻ സാഗറിന്റെ മിംസ് ഗാനങ്ങൾ നടത്തിയത്. 12 പാട്ടാണ് അന്ന് ഞങ്ങൾ പാടിയിരുന്നത്. അന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു, ഇന്നും അത്ഭുതം തന്നെയാണ്. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. താങ്ക് യു സോ മച്ച്. ജോർജ് സാറേ, തകർത്തിട്ട ജോർജ് സാറേ. താങ്ക് യു. Thank you, Georgetta. Thank you, team. Thank you so much. ഐശകദീശ പാത്തുമ്മ കദീശുമ്മ കദീശുമ്മ കുന്തല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും പന്തല് പൊളിഞ്ഞാടും. കുത്തിരിക്കി ആ കുത്തിരിക്കി ആ കുത്തിരിക്കി കുത്തിരിക്കി ഡബ്ബർ കട്ടുമ്മേ ഡബ്ബർ കട്ടുമ്മേ. കുടിക്കാൻ കൊടുക്ക് കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് ആ കുടിക്കാൻ കൊടുക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് പാടുമ്പോ നിന്നോടാരാ ഡാൻസ് കളിക്കാൻ പറഞ്ഞ? അല്ല, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കൊഴപ്പിക്കാൻ. നീ കൊഴപ്പിടിക്കാൻ പറഞ്ഞതല്ല, നീ കുഴപ്പമുണ്ടാക്കാൻ വന്നതാ. അയ്യോ, സത്യമായിട്ടല്ല. പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കാൻ നീ ആരാ? റിമി ടോമിയാ? എന്താ ഇത്ത ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഈ ഇത്തക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ഭയങ്കര ദേഷ്യം. എനിക്ക് ദേഷ്യം കൂടികളിൽ ഞാൻ ബീരാനിക്കാനെ ഡൈവോഴ്സ് ചെയ്തേ. എങ്ങനെ ഡൈവോഴ്സ് ചെയ്തു. അയ്യോ, അതെങ്ങനെ എത്താ?
ഇത്രയും നാളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഡൈവോഴ്സിനെയൊക്കെ എത്തിച്ചെന്താ? അതെങ്ങനെ തട്ടിങ്കലല്ലേ മോനെ? ചട്ടിയും കലാവുമ്പോഴൊക്കെ തട്ടിമുട്ടി ഇരിക്കൂലേ ആമിനത്താ? ചട്ടിങ്കലാവുമ്പോ തട്ടിമുട്ടിയിരുന്നാ കുഴപ്പമില്ല. പക്ഷെ 24 മണിക്കൂർ ഇങ്ങനെ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ ആർക്കായാലും ഇറിറ്റേഷൻ ഉണ്ടാവൂലേ? അതൊക്കെ പോട്ടെ. പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഞാൻ ഇത് ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു. പക്ഷെ പുള്ളി അതിന് ലൈക്കും തന്നില്ല, ഷെയറും തന്നില്ല, കമന്റും തന്നില്ല. അതിനാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഞാൻ പുള്ളിയുടെ മൊബൈൽ നോക്കിയ പുള്ളി പല പെണ്ണുങ്ങൾക്ക് ലൈക്ക് ഉണ്ട്. നമ്മൾ കാണാണ്ടും ലൈക്ക് ഉണ്ട്, കണ്ടും ലൈക്ക് ഉണ്ട്. അത് മാത്രമല്ല കമന്റ് ഇടുന്നുണ്ട്, കൊളാബും ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പാവം. അതിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ എന്റെ ഫോട്ടോ ഇടാച്ചെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? എന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിന് നല്ലതല്ലേ? ഇൻസ്റ്റാഗ്രാമിലാണോ ഇട്ടെ? ഇൻസ്റ്റാഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, യൂട്യൂബിലായിരിക്കും. യൂട്യൂബിലല്ല, പിന്നെ OLX-ല്. അതെന്നെ വിൽക്കാനിട്ടേക്കാണ്. പക്ഷെ അത് ചിലപ്പോ മാറിപ്പോയതായിരിക്കും, അബദ്ധം പറ്റിയതായിരിക്കും. മാറിപ്പോയതല്ല, ഞാനല്ലേ നാറിപ്പോയത്. എന്റെ പൊന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ ഡൈവോഴ്സ് എന്നൊക്കെ അത്ര കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. അതൊക്കെ നമ്മളൊക്കെ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? അങ്ങനെയുള്ള ഇതാണ് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ കുഴപ്പം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് ചോദിക്കാം. അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്, അതോ പ്രേമ വിവാഹമാണോ നല്ലത്? അതിപ്പോ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിച്ചിട്ട് അത് അറേഞ്ച്ഡ് മാരേജ് ആകുന്നതാണ് നല്ലത്. ആയിട്ട് പ്രേമിക്കണം. കിഷോർ കേക്കണ്ടല്ലോ അല്ലേ ഇത്? കേട്ടോട്ടെ. അപ്പൊ നിന്റെ അറേഞ്ച് ആയിട്ട് അറേഞ്ച് നിങ്ങൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ നല്ലത്. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. അറിയാൻ പാടില്ലാത്ത കാട്ടാടനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയൻ. അത് സ്കോർ ചെയ്തു. അത് പടക്കനായിരുന്നു. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മള് ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ്. അതെ അതെ. അപ്പം ഇത്ത നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഭയങ്കര പോസ്റ്റ് മോഡേൺ ആണ്. ഇതൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള AI യെ പറ്റി എന്താണ് അഭിപ്രായം? അയ്യേ, അതെന്നാ അയ്യേ? അതെന്താണ് അയ്യേ എന്ന് പറഞ്ഞത്? അല്ല, ഈ AI അയ്യേ എന്നാ ഞാൻ പറഞ്ഞേ. അങ്ങനെ കാരണമുണ്ട്. ഞാൻ എന്റെ ഈ മൊബൈലിനകത്ത് ഒരു AI ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഈ AI-ന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിമാനത്തിൽ കയറിയിട്ടില്ല മക്കളെ. അപ്പൊ വിമാനത്തിൽ കയറണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിമാനത്തിൽ കയറുന്ന ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ AI എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു. ആ ഫോട്ടോ ആണ് അത്. ഏത്? അതെ, ചിലപ്പോ ഈ ഇതെന്താ പറ്റണെന്നറിയോ, ഈ എക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇപ്പൊ അകത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് ചിലപ്പോ അകത്തിരിക്കുന്ന അങ്ങനെ ഉണ്ട് ഒരു കുഴപ്പം. അല്ല, ഞാൻ ഫോട്ടോ എനിക്ക് പച്ചക്കറി കടയിൽ പോകാനുണ്ട്. അയ്യോ, അത് വേണ്ട 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 വേണ്ട. ഇനി പച്ചക്കറി കടയിൽ പോകുന്ന പരിപാടി നിർത്തിക്കോ, വേറെ ആരെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുതരാം. കഴിഞ്ഞ ദിവസം എന്ത് കച്ചറയാണ് നിങ്ങൾ ആ മാർക്കറ്റിൽ കിടന്ന് കാണിച്ചത്? നാണക്കേടാ. ഇപ്പൊ ഇങ്ങനെ അല്ലല്ല, ഞാൻ ഏത് പച്ചക്കറി കടയിൽ ചെന്നാലും ഇപ്പൊ 1 കിലോ തക്കാളി മേടിക്കണേ 1 മണിക്കൂർ എടുത്താൽ നോക്കിയിട്ടാ ഞാൻ മേടിക്കുള്ളൂ. അതായിക്കോട്ടെ. അതുപോലെ മുരിങ്ങാക്കോല് എടുക്കണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഭയങ്കര നാണക്കേടായി പോയി. അപ്പൊ ഞാൻ കുറെ നേരം നിന്നപ്പോ കടക്കാരൻ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് പറയുന്നത് ശരിയാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഒരു 1 കിലോ തക്കാളി എടുക്കാൻ എന്തിനാണ് 1 മണിക്കൂർ? അതില്ല മോളെ, ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുണ്ടല്ലോ, പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതെന്താണ്? എന്റെ കല്യാണത്തിന് പറ്റിയ പറ്റ എനിക്ക് പിന്നെ പറ്റരുത്. അതുകൊണ്ടാ. അതുകൊണ്ട് നോക്കിയും കണ്ടും എടുക്കുവാണ്, സെലക്ട് ചെയ്യുവാണ്. അതെ അതെ. അത് നല്ലൊരു ഐഡിയ ആണ്. അത് ശരിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു ശക്തി തെളിയിക്കണം. അത് ശക്തി തെളിയിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്തെ. ഈ മിമിക്രി ഫീൽഡിലെ ഈ പെണ്ണുങ്ങൾ വളരെ കുറവാ, ആണുങ്ങളല്ലേ കൂടുതലേ? അല്ല, കുറവെന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇതാ, നമ്മൾ എന്താ അറിയോ, പണ്ടത്തെക്കാളും ഇപ്പൊ ഒരുപാട് ഇപ്പൊ കൂടിയിട്ടുണ്ടെങ്കിൽ സിനിമയിലുള്ള അത്രയും പെണ്ണുങ്ങൾ ഇല്ലല്ലോ ഇതിനകത്ത്. ഇല്ല ഇല്ല, അതില്ല. അല്ല, അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പരിപാടികൾ കണ്ടു. ഇപ്പൊ എന്താ പറയാ, പുതിയ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ പരിപാടികളും സ്ത്രീകളുടെ പരിപാടി ഉണ്ടല്ലോ. ഞങ്ങള് 3 പുലികളെ ഇറക്കാൻ പോവുകയാണ്. മിമിക്രിയിലും നമ്മൾ മോശമല്ലാന്ന് തെളിയിക്കുന്ന 3 നല്ല വെടിക്കെട്ട ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ വിളിക്കാൻ 3 പേരെ വിളിക്കുകയാണ്. നല്ല കയ്യടിയോട് കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മുടെ പെൺസിംഹങ്ങൾ. അടിപൊളി അടിപൊളി അടിപൊളി. ഞങ്ങളുടെ 3 ഇത് പെൺസിംഹങ്ങളാണ് പെൺപുലികളാണ്? ഐറ്റം കണ്ടിട്ട് തീരുമാനിക്കാം, സിംഹമാണോ പുലിയാണോ എന്ന്. അപ്പൊ അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങാം. എന്താണ് പേര് പറഞ്ഞു തുടങ്ങാം? എന്റെ പേര് സരിത. സരിത. മല്ലം ആണ് വീട്. മല്ലം. സരിത എന്ത് സൗണ്ട് ഒക്കെ എടുക്കുന്നത്? കാന്താര എന്ന സിനിമയുടെ ഒരു BGM. ഓ മ്യൂസിക് ആണ്. വാവ്.
ആഹാ. ആഹാ. സൂപ്പർ സൂപ്പർ അടിപൊളി. അമിത പ്രമോദ്. പ്രമോദ്. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. ഏതാണ്ടാവാൻ വേണ്ടി കൊട്ടും കൊരവേം പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ തീരുമാനപ്പെട്ടെ അപ്പൊ ആലോചിക്കാം. ഈ ഊരൂന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് പോവാം. ഇനി അടുത്ത ആളിലേക്ക് വരാം. എന്താണ് പേര്? പ്രീതിമ. പ്രീതി എവിടുന്നാ വരുന്നേ? പ്രീതിമ എന്നാണ്. പ്രീതിമ. മായും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ അസോസിയേഷനിലേക്ക് എടുക്കാം. മാന്ന് ഓൾറെഡി ഫ്രീ ആയിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരണം. അല്ല അപ്പോഴും പറയാലോ മായും കൂടെ ഉണ്ട് മായിലും ഉണ്ടെന്ന്. അപ്പൊ മാമാ നാട്ടിന്റെ മണ്ണെണ്ണ തീർന്നിട്ടില്ല കേട്ടോ. അതിന്റെ കൂടെ തീപ്പൊരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഏതാണ് പ്രീതിമ? ഏതാണ് സൗണ്ട് എടുക്കുന്നത്? മല്ലിക സുകുമാരൻ മാമിന്റെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാം. പൃഥ്വിരാജ് വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോ ടൊവിനോ ശരിയല്ല. ടൊവിനോ മോഹൻലാൽ ഇങ്ങനെ ഈ ഒരു ഫ്രീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുകയും രാജുവിന്റെ മനസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ഛന്റെ കൂടെ കണ്ടൊരു സീനിയർ നടൻ. ഓക്കെ, അപ്പം അടുത്തത് രഞ്ജിനി ഹരിദാസ്. ഈ കൊച്ചെന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. ഇംഗ്ലീഷ് വന്നു, അത് സ്വീകരിക്കാനും തയ്യാറല്ല. അടിപൊളി. അപ്പോ ചിന്ത ചേച്ചിയുടെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ വന്നതുകൊണ്ട് എന്തായാലും രണ്ടുവരി ഓണം പാട്ട് തന്നെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. ഉണ്ണി ക്ഷമിക്കണം, ഞാനൊന്ന് കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്ക് ഒന്ന് പോയതാണ്. അപ്പോ ഇവിടെ എല്ലാവർക്കും ഞാൻ എന്റെ ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി, സൂപ്പർ. അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാം. ചേച്ചി പേര് പറഞ്ഞു തുടങ്ങാം. എന്റെ ഒരു ബീന ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോ ഒരു നമ്മുടെ പഞ്ചായത്ത് നായരമ്പലം പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ്. അപ്പൊ ഏത് ശബ്ദമാണ് ഇവിടെ അനുകരിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെ ശബ്ദമാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ അത് വളരെ വ്യത്യസ്തമാണ്. വാർഡിലുള്ളവരുടെ ഭാഗ്യമല്ലേ ഈ കുളിമുറിക്ക് എരുത്തിലേക്ക് അപേക്ഷിക്കാൻ വരുമ്പോ ഓരോ സ്റ്റാർ കേട്ടിട്ട് പോവാം. അപ്പൊ ചേച്ചി ആരുടെ സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്തായാലും മിമിക്രി രംഗത്ത് വന്നിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണ സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ ശബ്ദം ശ്രമിക്കാം. തീർച്ചയായിട്ടും കേൾക്കാം. ക്രിസ്റ്റി, ഞാൻ പറഞ്ഞു കേൾക്ക്. ഇവൾക്ക് വേണ്ടി അച്ഛൻ എത്ര പണം വേണ്ടി തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം. പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും. പോലും അധികം സുരേഷ് ചേട്ടന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷെ ബീന ചേച്ചി കലക്കി. അടിപൊളി. അപ്പൊ ബീന ചേച്ചി അടുത്ത ആരെയാണ്? ഞാൻ ജനിച്ച നാട് നോർത്ത് പറവൂരാണ്. അപ്പൊ നോർത്ത് പറവൂരിന്റെ അഭിമാനമായ നമ്മുടെ ബിജിക്കുട്ടിന്റെ ശബ്ദം. അടിപൊളി. സൂപ്പർ അടിച്ചു കളിക്കണ്ടോ? ശരിക്കും പറഞ്ഞ മാലപ്പടക്കത്തിനെടുത്തോളി എന്തൊക്കെയാണ് ഒന്നും പറയല്ല. കിടക്കാച്ചായിരുന്നിട്ട് ഓൾ ദ ബെസ്റ്റ്. ചേച്ചിക്ക് ഒരുപാട് പരിപാടികൾ ഇട്ടിട്ട് ഓൾ ദ ബെസ്റ്റ്. ടീനിട്ടോമെ കണ്ടുപിടിക്കടാ. അടിപൊളിയായിട്ട് സൂപ്പറായി. അതെ, ഈ ടെസ്റ്റിനിത്താൻ വേണമെങ്കിൽ സൗണ്ട് എടുക്കും. ആണോ? ആ ടെസ്റ്റിനി ട്രെയിലർ ചെയ്യും, ഇംഗ്ലീഷ് ട്രെയിലർ ചെയ്യും. വേണമെങ്കിൽ ഇവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് അതും ചെയ്ത്. You could be just we are waiting for the Tomorrowland. That's the reason that you have not came. Yes, sure. You must be coming to the place of New York. No, very small. It's Yes, you are beautiful. Very small, kind of very. You can't say. Yes, the fragrance of the love and the romantic showers.
Yes, that's the reason that you are here in this room and we are alone. We should be. പ്രസവിച്ചോ കൊച്ചൊക്കെ കൊച്ചി അടിപൊളി അടിപൊളി അടിപൊളി. അല്ല ഇതിന്റെ റിഹേഴ്സൽ എവിടെ വെച്ചായിരുന്നു? ന്യൂയോർക്കില്. കുട്ടിയെങ്കിലേ കൊച്ചു പ്രസവിച്ചല്ല, ഞാൻ വാതില് തുറന്നതാ. അതെ, ഞങ്ങള് കഥ കേട്ടെടുത്ത് വായിട്ടിടയ്ക്ക് ഒരു കുഞ്ഞിന്റെ കരച്ചില്. അപ്പൊ ഞങ്ങള് കഥ സങ്കല്പിച്ചു പോയി, എവിടെ റൂം എടുത്തു, സംസാരിച്ചു. അതിനിടയ്ക്ക് കൊച്ചു വന്നു. അടിപൊളിയാണ്. അല്ല നല്ല മൂടായിരുന്നു. വേണ്ട അതുകൊണ്ട് ഞാൻ നല്ലായിരുന്നു. ചേച്ചി കിഡിലായിരുന്നു. അടിപൊളി അടിപൊളി. തകർത്തു വൻപൊളി. ആ മൈൻഡിൽ നമ്മൾ തിരിച്ചു വരണം. കാരണം ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കാന്നുള്ള എല്ലാവർക്കും അറിയാലോ. എങ്കിൽ ഇടിവെട്ട് പോലെ ഞാനൊരു സത്യം പറയാൻ പോവാണ്. നമ്മുടെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ സ്കിറ്റ് പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടിപൊളി. ഇനി ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ ഇതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ലാസ്റ്റ് സ്കിറ്റ് കണ്ടാലോ? ഏത് മൂഡ്? ഏട്ടാ പാല്. അല്ല പാല്. എന്താ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല ആരെങ്കിലും വിളിക്കണോ? ടെൻഷൻ കാരണം ചോദിച്ചതാണ്. എനിക്ക് വേണ്ടി ടെൻഷൻ. എന്തെങ്കിലുമൊക്കെ മിണ്ടോണ്ടിരിക്കട്ടാ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അല്ല അല്ല പെട്ടെന്നുള്ള ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ ചോദിക്കണേട്ടാ. ബേബി സാബു ബേബി സാബു എന്തൊരു സ്ഥലം. നമ്മുടെ രണ്ടുപേരുടെ പേര് എന്തൊരു മാച്ചാണ്. ബേബി സാബു. ബേബി ഷാംപൂ. ബേബി ഷാംപൂ എന്നല്ല, ബേബി സാബു. സാബു എന്തടി കള്ളി? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? ഒന്നുമില്ലടാ. അയ്യോ ചേട്ടന്റെ അച്ഛനല്ലേ ഇത്? അച്ഛനായിരുന്നില്ലേ? ഞങ്ങള് നാട്ടിൽ അന്വേഷിച്ചായിരുന്നു. എവിടെ അന്വേഷിച്ചാലും അതിന്റെ അച്ഛൻ തന്നെയാണ്. ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നാട്ടിൽ അന്വേഷിച്ച് എല്ലാരും നല്ല അഭിപ്രായമാണല്ലോ. ആണല്ലേ? അയ്യോ ചുമ. അയ്യോ ചേട്ടാ ആവി പിടിക്കണ? അയ്യോ ആവി പിടിക്കലട്ടാ, എനിക്ക് പുക അലർജിയാണ്. വലിക്കൂല 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 വലിക്കൂല. അയ്യോ വലിക്കൂല വലിക്കൂല എന്ന് ഇത് കിടന്ന് വലിച്ചോണ്ടിരിക്കാനുള്ള. സിഗരറ്റ് വലിക്കൂലെന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്നാ ആശുപത്രി പോയാലാ? അയ്യോ ആശുപത്രി പോലെ അവിടെ നഴ്സുമാരുടെ പറഞ്ഞ ഭയങ്കര പെണ്ണുങ്ങളല്ലേ. എനിക്ക് പെണ്ണുങ്ങളുടെ മുഖത്ത് എന്തൊരു ചമ്മല് പോലെയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കൂലേ? അയ്യോ ഞാൻ ഇവിടെ നടക്കണ കാര്യമൊക്കെ എന്റെ അമ്മനെ വിളിച്ച് പറയട്ടെ. ഞാൻ അളിയനെ വിളിച്ചു പറയാം. അതെന്തിനാ? അളിനി ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിനാളിനിപ്പോ ഉറങ്ങി കാണൂലേ? അളിയോ ഉറങ്ങിയിട്ടില്ല, പുറത്തിരിപ്പുണ്ട്. ചേട്ടാ ഞാൻ ആ കാര്യം പറഞ്ഞ കാര്യമല്ല. ചേട്ടൻ ഇത്രയും നല്ലൊരു ചെറുക്കനാണെന്ന് എന്റെ അമ്മേനോടൊന്ന് പറയട്ടെ എന്ന്. അതൊക്കെ നമുക്ക് നാളെ പറഞ്ഞ പോരെ. ഇപ്പൊ നമ്മുടെ ആദ്യരാത്രിയുടെ മൂടാ, നമുക്ക് ആദ്യരാത്രിയിലേക്ക് പോകാം. അത് നല്ലത്. മൂട് കളയണ്ടല്ലേ? വേണ്ട. ഏട്ടാ കല്യാണ മണ്ഡപത്തിൽ വെച്ചേ സ്റ്റോറി ഇട്ടായിരുന്ന? താലി കെട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഡൻസി വന്നായിരുന്നു. പിന്നെ മോശം എന്ന് കരുതിയിട്ടാണ്. ചേട്ടന്റെ അളിയനുണ്ടല്ല കല്യാണ മണ്ഡപത്തിൽ വെച്ച സ്റ്റോറി ഇട്ടായിരുന്നു. മാറി അവനല്ലെങ്കിൽ അങ്ങനെയാണ്. വീടെന്നോ പറമ്പെന്നോ മണ്ഡപമൊന്നുമില്ല. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. നീ എന്താ ഉദ്ദേശിച്ചത്? സോറി സോറി അല്ല സ്റ്റോറി. സ്റ്റോറി കാരണം ലൈഫിന്റെ ഇത്തിരി തന്നെ ഇപ്പൊ മാറിപ്പോയേനെ. എന്ത് ചെയ്യാനാ? ഇതേ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചോണ്ടിരിക്കണം. കൊളാബ് ചെയ്താല വലയിട്ട് എടുത്തു വാ. ചേട്ടാ ചേട്ടന്റെ അളിയൻ പറയുന്നേ ചേട്ടന് കൊളാബ് ചെയ്യാൻ അറിയാൻ പാടില്ല. അവൻ അങ്ങനെ പറഞ്ഞാ ലൈറ്റ് ഓഫ് ഇപ്പൊ ഞാൻ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ കൊളാബ് ചെയ്തിട്ട് ആദ്യം ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങക്ക് സെൻഡ് ചെയ്യാം. എന്ത് വീഡിയോ? നിനക്ക് എന്താണ് ഈ പറഞ്ഞോണ്ട് പോണത്? ഞാൻ കൊളാബ് എന്ന് പറഞ്ഞതേ നമ്മളെ രണ്ടുപേരും കല്യാണത്തിനെടുത്ത വീഡിയോ ഇല്ലേ, അതൊന്നിച്ച് പോസ്റ്റ് ചെയ്യണ കാര്യമാണ് കൊളാബ് എന്ന് പറഞ്ഞത്. എന്റെ ചേട്ടൻ എന്തൊരു നിഷ്കുവാണ്. ചേട്ടന്റെ ഫോണിലേക്ക് ഞാനൊരു സാധനം അയച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഇതെന്തിനാണ് 143 അയച്ചത്? ചേട്ടാ 143 രൂപയല്ല, 143 ഐ ലവ് യു. ഒരു സാധനം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടേ. എന്തിനായിട്ട് 1432 രൂപ? ഐ ലവ് യു ടു. ഐ ലവ് യു 3 എനിക്ക് അയക്കണമെന്നുണ്ട്. പക്ഷെ ഫോണിന്റെ EMI പിടിച്ചോണ്ട് ബാലൻസ് ഇല്ല. അതെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് വേണം പറഞ്ഞോ. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ആടി പറ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് അയ്യോ എന്തൊക്കെ കാണിക്കുന്നു. ആദ്യരാത്രി ചാടി അങ്ങ് നിക്ക്. ചാടി ആദ്യരാത്രി പെട്ടെന്ന് നടന്നാ മതിയായിരുന്നു. അല്ല ആടി പറയാൻ പറഞ്ഞപ്പോ ആടി പറഞ്ഞു ഓടാൻ പറഞ്ഞപ്പോ ഓടിയാൻ ചാടി നിന്നാപ്പ. അയ്യോ ചേട്ടൻ എന്റെ കൂട്ടുകാരത്തി വിളിച്ചപ്പോ അവളോടാ പറഞ്ഞത് ഓടാനും ചാടാനും ഒക്കെ. അവളോട് കിടക്കാൻ പറയാൻ പാടില്ലായിരുന്നോ? എടി ചേട്ടനെ വാമപ്പൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് നിക്കണേന് ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ.
ഏട്ടൻ പറയേട്ടാ. അല്ല വാമപ്പിലേ പറയാൻ വന്ന കാര്യം മറന്നുപോയി. ദേ, നമുക്ക് നമ്മുടെ ആയുധത്തിലേക്ക് പോവാം. ബേബി സാബു ബേബി നാട്ടിനഴിച്ച് കെട്ടിട്ട് കിടന്ന് ഉറങ്ങടാ. അളിയെന്ന് ഉറങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി കേട്ടാ. ഏട്ടാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം? കിടക്കണമെന്നല്ലേ? അല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 3 മക്കളെങ്കിലും വേണോട്ടാ. ആദ്യം ഞാൻ ഈ റോഡൊന്ന് വെട്ടട്ടെ, എന്നിട്ട് നമുക്ക് ടാറിട്ടാ പോരെ. ദേ, വാ നമുക്ക് കിടക്കാൻ സമയം കണ്ട. വാ വാ കിടക്ക വാ. അവിടെ എന്താടാ? ഞാനല്ല ഇത്, ഞാനല്ല. ആവശ്യമായ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. ഏതവള് 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 സത്യം പറ, ഏതവള്? അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നതാണ്. നീ ഇപ്പൊ കണ്ടത് അങ്ങനത്തെ ഒരാളെയാണ്. ഇല്ല ഇല്ല, ഇത് നിങ്ങൾ തന്നെ. ഞാൻ വിശ്വസിക്കൂല, ഇത് നിങ്ങൾ തന്നെയാ. സത്യം പറ, ഏതാ ഇവള്? ഈ രാത്രി ഇങ്ങനെ പിണങ്ങല്ലേ, നമ്മുടെ ആദ്യരാത്രി മൂടുകളല്ലേ. ഞാൻ ഉമ്മ തന്നാ തീരാവുന്ന പ്രശ്നമുള്ളതൊക്കെ വേണ്ട, ഞാൻ തരും. വേണ്ട, തരും. വേണ്ട. അതെന്താ ഇപ്പെടുത്തോളെ? ചുണ്ടിനടിയിലുള്ള പല്ല ആടിക്കിടക്കാണ്, തുപ്പിക്കളഞ്ഞാണ്. പിന്നെ പേപ്പറിൽ പറഞ്ഞ പല്ല് ഞാൻ ആദ്യമായിട്ട് കാണേ. സത്യം പറയാ, എന്താ സത്യം പറയാ, സത്യം പറയാ. ബേബി കൂൾ കൂൾ കൂൾ. ഇനി പറ, എന്താ 3 തവണ ഞാൻ പറഞ്ഞായിരുന്നു. എടി സത്യമായിട്ടും എന്റെ മനസ്സിൽ നീ അല്ലാണ്ട് വേറെ ആരുമില്ല. മനസ്സിൽ വേറെ ആരുമില്ല. പക്ഷെ എന്താണ് ഈ നീണ്ടിരിക്കുന്നത്? നീ വീട്ടിൽ തുറന്ന ബ്രഷ് ആയിരിക്കുള്ളൂ. അല്ല, ആഹാ, വലിക്കില്ല വലിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വലിപ്പിക്കണായിരുന്നല്ലേ നിങ്ങള്? സത്യം പറ, ഇനി എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കയ്യിൽ? നോക്കട്ടെ നോക്കട്ടെ. എന്താണ് ഇത്? ഷഡ് ലൂസ് ആവാണ്ടിരിക്കാൻ പറ്റിച്ചതാ. അളിയനെടുത്ത് വെക്കാൻ പറ്റൂല. അയ്യോ എന്റെ ദൈവമേ, എന്റെ ജീവിതം തൊലഞ്ഞ്. ഇത് മൊത്തം ലഹരിയാണ്. ഞാൻ ജനിച്ചപ്പോ കൂടെ ഉണ്ടെന്ന് ഓഹരിയത്. ഒരു കാര്യം ഞാൻ പറയാ, എന്തും ഞാൻ സഹിക്കും, പക്ഷെ ലഹരി വരെ ഞാൻ സഹിക്കും. പക്ഷെ പെണ്ണ് അത് ഞാൻ സഹിക്കൂലടോ. അതല്ല അല്ല, നിങ്ങളുടെ എ ആണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഈ എ വഴി മരിച്ചുപോയ ആൾക്കാരെ കണ്ടല്ല, മേഘത്തിന്റെ ഇടയിൽ വന്നിട്ട് വെള്ള ജുബൊക്കെ ഇട്ട് ടാറ്റ ചെയ്ത് കാണിക്കൂലേ, അതുപോലെ എയിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്ത പെണ്ണാണ് ഈ കണ്ടത്. അതെ, സത്യമായിട്ടും. സത്യമാണോ? 24 മണിക്കൂറും ഫോണ് കളിച്ചോണ്ടിരിക്കുന്ന നിനക്ക് എന്താണെന്ന് അറിയാൻ പാടില്ലടി. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ദൈവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് സോറി ഏട്ടാ. ചുമ്മാ കിടന്നത് നമുക്ക് ഉറങ്ങാം. അല്ലേട്ടാ, ഒരു കോള് വന്നിട്ടുണ്ടല്ലോ. ഹലോ, പെണ്ണാ? പെണ്ണാ? ഹലോ പറ. ഹലോ 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 ഹലോ. ബിജുക്കുട്ടൻ, സിനിമാടൻ ബിജുക്കുട്ടൻ. ഒരു ആശംസ പറയാൻ വിളിച്ചാ. എനിക്ക് വിശ്വാസമില്ല. നോക്കട്ടെ. സാബുക്കുട്ട, നമ്മുടെ വീഡിയോ ഭയങ്കര വൈറലായി. നാട്ടിൽ എനിക്ക് ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീയാണ് വേറെ കല്യാണം കഴിച്ച്. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നീ എന്റെ ബെസ്റ്റിയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വീടിന്റെ ഫ്രണ്ടിലോട്ട് വാ. ഞാൻ ഇവിടെ നിപ്പോട്ട്. താൻ എന്താ പറഞ്ഞത്? താൻ AI കൂടി ഉണ്ടാക്കിയ പെണ്ണില്ലേ, അവളതെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പണ്ട്. അവൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന്. ഞാൻ നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ മേഘത്തിന്റെ ഇടയിൽ വന്ന് വെള്ള ജുബെട്ട് ടാറ്റ കാണിക്കുമെന്ന്. അതിനിവിടെ ആരും മരിച്ചില്ലല്ലോ. അവൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയും. അപ്പൊ ഞാനും നാളെ മുതൽ മേഘത്തിന്റെ ഇടയിരുന്ന് വെള്ള ജുബയിട്ട് നിനക്ക് ടാറ്റ കാണിക്കും. നാളെ മുതലല്ല, ഇപ്പം മുതൽ. ഇനിയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങടാ. സൂപ്പർ. നമ്മള് കോമഡിയുടെ പല വേർഷൻസ് കണ്ടല്ലേ, അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുന്നത് സ്പോട്ട് ഡബ്. അതും പുതിയതായിട്ട് വന്നു. നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതത്തില് നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട് അല്ലേ, ഇതെങ്ങനെയാണ് ഇവർ ഈ ടൈമിങ്ങിൽ ചെയ്യുക. ചിലരുടെയൊക്കെ പെർഫോമൻസ് അവരിങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോൾ ഇത് ആരുടെ വോയിസ് അവർ എടുക്കുന്നത്, എന്ത് പെട്ടെന്ന് 2 പേരുടെയൊക്കെ ഒരു സീനിൽ 2 പേരുടെ വോയിസ് ഒക്കെ പെട്ടെന്ന് എടുക്കും. ഭയങ്കരമാണ് ഇമോഷൻസ്. ഈ പറയുന്ന ചില ശ്വാസം എടുക്കുന്നവരെ ഭയങ്കര കിടിലായിട്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സ്ക്രീനിൽ വരുന്നു, അത് കാണുന്നു, അതിനനുസരിച്ച് അവർ ഇവിടുന്ന് ലിപ്പ് സിങ്ക് ചെയ്യുന്നു. പക്ഷേ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടും ചെയ്യുന്ന കുറെ കലാകാരന്മാരുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്.
ഈ കലാകാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടതൊക്കെ കേൾക്കും. ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ഇവിടെ പെർഫോം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. സംഭവം ഏകദേശം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാന്ന് വെച്ചാൽ സ്പോട്ട് ഡബ് മാത്രമല്ല ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പെർഫോമൻസ് ഒക്കെ തരാൻ വേണ്ടി അവിടെ വന്നേക്കുന്നല്ലേ. നമ്മളിപ്പോ ഓരോന്നായിട്ട് കേൾക്കും. ഈ സ്പെഷ്യൽ കിഡ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കത്തില്ല. അപ്പം കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടത് കേൾക്കും. ഇപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണനായിരിക്കും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരു വൈബ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തരാം. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, കം ഓൺ, നമുക്ക് കേൾക്കാം. என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது, தப்பு. அப்புறம் நீ எஃப்ஐஆர் போட்டிருக்கியே, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுற முடியாது. சரி போ, அப்புறம் பேசிக்கலாம். எப்போ பேசணும் தான். இப்ப என்ன திடீர்னு? பக்கன்ற பாக்குற பொண்ணு ரைட்டா தெரிஞ்சேன், இந்த பக்கன்ற பாக்குற பொண்ணு தப்பா இருக்கு. எப்ப அந்த படத்துக்கு பிடிக்கல. மண்ணாங்கட்டி சொல்றத மட்டும் செய். நீ சொன்ன நான் போலீஸ் ஆனல, இப்ப நான் சொல்றேன் நல்லவனாயிடு. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். மோதனம் முடிவு பண்ணிட்டியா? மாத்தணும் முடிவு பண்ண. எதை மாத்த போற? உன்னை மனுஷனா? இந்த சிவ எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. Oh my God. ഒരു നിമിഷം. എന്നാ വെച്ച പ്രശ്നം? നിക്ക് സാറേ, എന്ന് ചോദിക്കട്ടെ. അവനെന്താ പറഞ്ഞേ? നീ എന്റെ അപ്പനെ കൊന്നവന്റെ കൂടെ കിടക്കണോളല്ലേടി. അടിക്കേ അടിക്കടി അവനെ അടിക്കടി. നീ ആരടാ? നിന്നെ കണ്ട നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. നീ ഡിസ്മിസ് ചെയ്യോടാ. നീ ഇനി ഇവിടെ കാര്യത്തിലാണ് ഇടപെട്ട പന്നി ഇടിച്ചതിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. പിന്നെ നീ പുറത്ത് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി, അന്നയുടെ ലോക്കൽ ഗാർഡിയൻ. മക്കള് ചൊവ്വല്ലേ, കുഴിമാടത്തിൽ പോലും കാരണവന്മാർക്ക് കിടക്കപ്പുറതി ഉണ്ടാകുകയില്ലാന്ന് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ കാര്യത്തിൽ ദാദിപ്പ ശരിയായി. ഡൊമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ബെഞ്ചമിൻ സാറിന് സുഖമാണോ? തന്തയ്ക്ക് പറയുന്നോടാ നായേ. തന്തയ്ക്ക് പറയാൻ മാത്രമല്ല, ഈ നാട് മുഴുവൻ നോക്കി നിൽക്ക. നിന്റെ തന്തയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട് ഞാൻ. അതിലുള്ള നിന്റെ കടി ഇതുകൊണ്ടങ്ങ് തീരുമോ? എങ്ങനെയുണ്ട്? ഗംഭീരം, അസല്, രക്ഷയില്ല, അടിപൊളി. പക്ഷേ ചേട്ടാ, ഉണ്ണിക്കണ്ണാ ചേട്ടാ എന്താ വിശേഷം? സുഖായിരിക്കുന്നോ? അടിപൊളിയായിരുന്നു ഉണ്ണി, ഗംഭീരായിരുന്നു. പ്രത്യേകിച്ച് വിജയ് സാറെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, അതിഗംഭീരായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, ഒളിച്ചു കളഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണ ഒരുപാട് സന്തോഷമുണ്ട്. ഓണം കളറാക്കാൻ വന്നതിൽ ഉണ്ണിക്കണ്ണ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ. അടിപൊളി അടിപൊളി ഉണ്ണിക്കണ്ണ, കലകി.
നമസ്കാരം. ഓണം മെഗാ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മിമിക്രി പഠിക്കാനെത്തിയ ഏലിയൻ കൗതുകമാകുന്നു. ഏലിയൻ കേരളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് യുവാവിന്റെ വിവാഹം മുടങ്ങി. ചെറുക്കന് കണ്ടന്റ് ഇല്ല എന്നതിന്റെ പേരിലാണ് വിവാഹം മുടങ്ങിയത്. നാണക്കേട് കരുതി യുവാവ് നാളെ കണ്ടന്റിനായി പട്ടായയിൽ. കണ്ടന്റുമായി തിരിച്ചു വരുന്ന യുവാവിനെ കാത്ത് സോഷ്യൽ മീഡിയ, ഒപ്പം നമ്മളും. വൈറലാവാൻ വേണ്ടി 48 മണിക്കൂർ മഴ നനഞ്ഞ് വൈറൽ പനി ബാധിച്ച് യുവാവ് ഹോസ്പിറ്റലിൽ. പനി ബാധിച്ച് ഹോസ്പിറ്റലിലെത്തിയ യുവാവിനെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്തു ഡോക്ടർ വൈറലായി. ഇപ്പോൾ 2 മുട്ടുകളിൽ 4 ചിരട്ടകളുമായി യുവാവ് തരംഗമാകും. തന്റെ മുട്ടുകൾ ഇപ്പോൾ ഏത് ദിശയിലേക്കും തിരിക്കാമെന്ന് മാധ്യമങ്ങളോട് യുവാവ്. മറ്റൊരു വാർത്തയിലേക്ക്. ആശംസകൾ പറഞ്ഞു വൈറലായ യുവാവ് ഗിന്നസ് ബുക്കിലേക്ക്. 4,50,000 ബർത്ത്ഡേ വിഷസും 2,60,000 വെഡിംഗ് വിഷസും 6,80,000 ഉത്സവാശംസകൾ പറഞ്ഞ് നെടുമങ്ങാട് സ്വദേശി കുട്ടിയകിലാണ് ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടുന്നത്. ഓണത്തിന് 1.5 ലക്ഷം ആശംസകൾ പറയാനുള്ളത് കൊണ്ട് 3 ചിത്രങ്ങളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. സിനിമാ വാർത്തകൾ. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറി. മേട്ടുക്കടയിലെ ആക്രിക്കടയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് 250 ദിവസം കൊടുത്ത ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറിയത്. താരം ഇന്ന് 3 മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഓട്ടോ വിളിച്ച് ഉള്ളിവടയും വാങ്ങിച്ച് വീട്ടിൽ പോകും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത. ഇന്നലെ റിലീസായ ഫോളോവേഴ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത് താനല്ലെന്നും അത് AI ആണെന്നും സൂപ്പർ താരം നോബി മാധ്യമങ്ങളോട് വിളിച്ചു. തനിക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള തെളിവെന്ന് നോബി മാധ്യമങ്ങളോട് പറഞ്ഞു. കരിയർ ന്യൂസ്. ഈ ചാനലിലേക്ക് ക്യാമറാമാൻമാരെയും റിപ്പോർട്ടേഴ്സിനെയും ആവശ്യമുണ്ട്. കിണറ്റിലേക്ക് എടുത്തു ചാടാനും ക്യാമറയും കൊണ്ട് ഹുസൈൻ ബോൾട്ടിനെക്കാളും വേഗത്തിൽ ഓടാനും കഴിയുന്നവർക്ക് മുൻഗണന. ഇനി കഴിവില്ലാത്തവർ വിഷമിക്കേണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുവാൻ കഴിയുന്നവർക്കും ഈ ചാനലിൽ മുൻഗണന. സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് പ്രധാന വാർത്താ അവതാരകനാവാനുള്ള അവസരം. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. ഇനി മെഗാ ചാർജ് ഇവന്റിൽ ഓണം പ്രമാണിച്ച് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി. ഹായ്, ഞാൻ ജോൺ ജോ. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു മോഷണം നടന്നു. നാട്ടുകാർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു കടയിൽ കള്ളം കയറി തങ്കം മുഴുവൻ പോയിന്ന്. പോലീസുകാർ ആദ്യം അന്വേഷിച്ചത് ഇത് ഏത് ജ്വല്ലറിയിലാണ് മോഷണം നടന്നതെന്ന്. അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലായത് മോഷണം നടന്നത് ജ്വല്ലറിയിലല്ല, സ്റ്റേഷനറി കടയില. തങ്കം വെളിച്ചെണ്ണയാണ് 30 പാക്കറ്റ്. ഇത് ഞാനൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയല്ല. ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ ശരിക്കും നടന്നതാണ്. ഒരു കടയിൽ നിന്ന് 30 പാക്കറ്റ് വെളിച്ചെണ്ണ കള്ളം കട്ടുകൊണ്ട് പോയി. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്. എന്താണ് സീരിയസ്, എന്താണ് തമാശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമയ്ക്ക് പോയിട്ട് അവ ഇറങ്ങിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കൂറപ്പടന്ന്. ഞാൻ ചോദിച്ചു ഒട്ടും കൊള്ളില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 2 നാഷണൽ അവാർഡെങ്കിലും കിട്ടുന്നത്. നാഷണൽ അവാർഡ് പണ്ട് സീരിയസ് ആയിരുന്നു, ഇന്ന് പലർക്കും അത് തമാശയാണ്. പണ്ടൊരു സിനിമയില് ശ്രീനിവാസൻ സാറ് ഒരു തമാശ സീനിൽ പറഞ്ഞു നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും കൂടെ ചാർത്തേന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകാർ അത് സീരിയസ് ആയി എടുത്തു. ഗോവിന്ദചാമി കിണറ്റിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറാമാനും ചാടട്ടെ. ചാമി ചാടുന്നതിന് മുമ്പ് ചാടിയ ക്യാമറാമാന് കിട്ടിയ വിഷ്വൽസ് മുഴുവൻ ലോ ആംഗിൾ ആയിരുന്നു. ക്യാമറാമാൻ പറഞ്ഞു ജയിലിൽ ഷെഡ് നിർബന്ധമാക്കണം. ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ന്യൂസ് ചാനലുകാരാണ്. അതിർത്തിയിൽ വെടിവെപ്പ്. ഈ ന്യൂസ് റീഡർ ന്യൂസ് റൂമിൽ ഇരുന്ന് വായിക്കുന്നത് വെടിയുണ്ടയുടെ മുകളിൽ ഇരുന്നിട്ടാണ്. ടെക്നോളജി അത്ര ഡെവലപ്ഡ് ആണ്. ന്യൂസ് ചാനൽ പോലും ഇത്ര എന്റർടൈനിങ് ആയപ്പോ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇപ്പൊ സിനിമാക്കാരാണ്. സിനിമാക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് ലാഗ്. സിനിമാ സംവിധായകർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്ക് ലാഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, 60 സെക്കൻഡ് ഷോർട്സും റീൽസും കണ്ട് 24 മണിക്കൂറും എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു യുവജനതേനെ എങ്ങനെയാണ് 2 മണിക്കൂർ ലാഗ് ഇല്ലാതെ തിയേറ്ററിൽ ഇരുത്താന്നാണ് ഇവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് യുവാക്കൾ മാത്രമാണ് ഈ റീൽസും ഷോർട്സും ഒക്കെ കാണണമെന്നുള്ളതിന്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരാൻ വൈകി അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു അച്ഛന്റെ ഒടുക്കത്തെ പ്രസംഗം ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. എന്റെ അമ്മ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഷോർട്സും റീൽസും കാണുന്നുണ്ട്. പക്ഷെ ഈ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയൊരു ചതിക്കുഴി ഞാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി കൊടുത്തു. ഓൺലൈൻ ഷോപ്പിംഗ്. വീട്ടിലേക്ക് വേണ്ട പയറ്, പരിപ്പ്, കടല, സകല സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വന്നപ്പോ ഈ ആപ്പ് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അഭിമാനത്തോടുകൂടി എന്റെ അമ്മ എന്നെ നോക്കി.
എന്നിട്ട് മോനെ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അമ്മേ, ഇത് മേടിക്കാനുള്ള പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടൂല, പൈസക്ക് നമ്മൾ ഇന്നും ഓഫ്ലൈനിൽ പണിയെടുക്കണം. സംഗതി ഞാനത് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇന്ന് വലിയൊരു തോതിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈനിലാണ്. പണ്ട് നമ്മുടെ കേരളത്തിന്റെ നാണ്യവിള കുരുമുളക്, ഏലം, കരയാമ്പു ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നാണ്യവിള യൂട്യൂബാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കണം വരെ വ്ളോഗ് ചെയ്ത് ഡോളറിലാണ് സമ്പാദിക്കുന്നത്. ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ്. ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത്. ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഷ്കളങ്കമായ ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളതാണ്. 4 വയസ്സുകാരൻ ടിൻഡുമോൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും: മാതാപിതാക്കൾ നോക്കി നിൽക്കിയ 4 വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്തു കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടിവിയിലെ ന്യൂസ് ചാനലുകൾ. കുറച്ച് ബഹളവും. ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് തുടങ്ങി എന്റെ അപ്പനും വോട്ടെണ്ണി തുടങ്ങും. കോട്ടിട്ട 3 ആൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടിവിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെടുത്താലും 10 എന്നൊരു ആവേശത്തിലാണ് ഇവര് വിറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയത് മാർക്കറ്റിലാണ് തോന്നുന്നു. ഈ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർമാരുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വിടും. ഇടത്തരം വായുബലുള്ള ആളെ രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിടും. തീരെ വായുബല ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും. അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞ് ഇവര് വിൽക്കാതെ പറയുന്ന ഒരേ ഒരു സംഭവമേ ഉള്ളൂ: ക്യാമറമാൻ സുഭാഷിനൊപ്പം അഭിലാഷ്. ഈ ന്യൂസ് റീഡർമാരിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് റീഡറാണ് ആഷ്മി. ഞാൻ ചില സമയത്ത് ആലോചിക്കും ഈ ആഷ്മിയുടെ പോലെയൊക്കെ ആവാൻ പറ്റുമെങ്കിൽ. ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊതിയാവും. ആഷ്മിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആളതൊരു കഥാപ്രസംഗമാക്കിയിട്ട് തരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടപൂജയാണ്. മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും, വീട്ടിൽ ചെന്ന് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കും അന്നൊക്കെ ഞാൻ ആഷ്മിയെ പോലെ ആയിരുന്നെങ്കിൽ നിന്ന്. ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മേടിച്ചിട്ട് അമ്മയുടെ നിന്ന് ചീത്തയും കേട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും: എഴുതി കൊടുത്ത ഉത്തരക്കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വട്ടപൂജ്യം. വിഷമം തോന്നിയില്ല. എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല. എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളുമ്പേണ്ട നാവിൽ നിന്നും വർഷിച്ച ശകാരശരങ്ങൾ ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ്. ശരിയാണ്, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. അതിൽ നിങ്ങളുടെ പുത്രൻ സംപൂജനാണ്. അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നു. ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ്. അതിലുമുണ്ട് ഇതിലും മുഴുത്ത 4 പൂജ്യങ്ങൾ. പരാതികളില്ല, പരിഭവങ്ങളില്ല, ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു. ജോൺ ആക്ച്വലി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. പക്ഷെ തുടങ്ങിയത് ഇവിടെ അമൃത ചാനലിനാണ് അല്ലേ? അതെ, ഫസ്റ്റ് എപ്പിസോഡ്. ജോൺ ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വന്തം സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ വീട് തൃശ്ശൂർ. അല്ല ജോൺ ഭയങ്കര ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് സത്യം, ബിക്കോസ് നിങ്ങളുടെ പ്രായം കണ്ടാലും അല്ല നിങ്ങളുടെ ഒരു ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ അല്ലല്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രസാദേട്ടന്റെ പ്രായമൊന്നും ഉണ്ടാവും. എത്ര വയസ്സുണ്ട് ജോൺ? എത്ര വയസ്സുണ്ട്? എനിക്ക് 37. ഛേ, അതൊന്നുമില്ല, എന്നെക്കാളും കുറച്ച് കുറവാ. എന്ത് ചെയ്യുന്നു? ഞാന് സ്റ്റാൻഡപ്പ് കോമഡി തന്നെ, അല്ലാതെ ജോലി എന്തെങ്കിലും? വേറെ ജോലിയൊന്നും. അപ്പൊ ഇത് തന്നെ ഞാൻ ചാനലും ഇത്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി. 37 എന്നല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഭയങ്കര എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത്. ആക്ച്വലി കോമഡി എന്ന് ഞാൻ പറയില്ല, ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി ഇൻ എ വെരി പാരഡി ഫോം. ഇതൊരു സറ്റയറാണ് ശരിക്കും പറഞ്ഞാൽ. ആനുകാലികതയാണ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈഫ് ഉണ്ട്. യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. താങ്ക് യു. പ്രത്യേകിച്ച് ഒരു കൈഡി തരേണ്ടത് ക്ലൈമാക്സ്. ഹാഷ്മിയുടെ ക്ലൈമാക്സ് ഉഗ്രൻ തോട്ടാണ് കേട്ടോ, അടിപൊളി. ജോൺ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്.